Socks. പോണാ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി വ്ളോഗ്. ആദ്യം തന്നെ ഞങ്ങളുടെ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദി. ഇന്ന് ഈ വീഡിയോയിൽ ഒരു കുഞ്ഞു ഹോം ടൂറാണ് കാണിക്കുന്നത്. എല്ലാവരുടെയും വീടുകളിൽ കാണുന്നത് പോലത്തെ ഒരു ഡേ ഇൻ ലൈഫ്. എൻ്റെ ഡേ ഇന്ന് തുടങ്ങിയത് 8:30 മണിക്കാണ്. എന്നിട്ട് ഫ്രഷൊക്കെ ആയി താഴെ വന്നിട്ട് ആദ്യം പോകുന്നത് ഈ കുറച്ച് ചെടികൾ നട്ടിട്ടുണ്ട്, അവരെ നോക്കാനാണ്. ഈ കാണുന്നത് ചെറിയ ടൊമാറ്റോയാണ്. അത് 2-3 തൈ ഉണ്ട്. അതിലാകെ വന്നത് ഒരു ടൊമാറ്റോ ആണ് കേട്ടോ. പിന്നെ അതാ ഇപ്പോൾ മേളിൽ ഒരു ഇതും കൂടെ വരുന്നുണ്ട്. അങ്ങനെ എല്ലാം ഒന്ന് ഓട്ടിച്ച് നോക്കും. പിന്നെ പുറത്ത് നിൽപ്പുണ്ട്. ഒരു ഉള്ളിയും നട്ടിട്ടുണ്ട്, ഒരു ആപ്പിളും ഉണ്ട്. അത് ആപ്പിൾ തൈ എനിക്ക് ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ്. അത് ഇപ്രാവശ്യം സമ്മർ ആയപ്പോഴത്തേക്കും ഞങ്ങൾ പുറത്തോട്ട് നട്ടായിരുന്നു. അപ്പോൾ ഇത്രയും പൊക്കം വെച്ചിട്ടുണ്ട്. ഇത് വലുതായി വരുമ്പോൾ ഞങ്ങൾ ഈ വീട്ടിൽ തന്നെ കാണുമെന്ന് അറിയത്തില്ല കേട്ടോ. അങ്ങനെ ഞാനും അമ്മയും കൂടി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ ഇറങ്ങി. ഇന്ന് അപ്പവും പൊട്ടറ്റോ കറിയാണ്. രാവിലെ തന്നെ ചാച്ചൻ ഡ്യൂട്ടിക്ക് പോയായിരുന്നു. ഇനി നാളെ വരത്തുള്ളൂ. ഇന്ന് നൈറ്റും കൂടെ ചെയ്ത് നാളെ വരത്തുള്ളൂ. അപ്പോൾ ഫുഡെല്ലാം കൊണ്ടാണ് പോവാറ്. സോ ഇന്നലെ തന്നെ കറിയൊക്കെ ഉണ്ടാക്കിയത് കൊണ്ട് ആ ഒരു പാടില്ലായിരുന്നു. നമ്മുടെ രാധ അതെ, രാവിലെ ഇന്ന് യുവിക്ക് തണുപ്പുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ഇവർക്ക് വെളിയിൽ പോകുമ്പോൾ തണുപ്പുമില്ല. ഞാൻ പുറത്ത് ജോലിക്ക് പോയില്ലെങ്കിലും രാവിലെ തൊട്ട് രാത്രി വരെയുള്ള പണി ഈ പിള്ളേർ എനിക്ക് തരുന്നുണ്ട്. അതിലെ മെയിൻ പണിയാണ് ഇപ്പം എന്താ കാണാൻ പോകുന്നത്. ഫുഡ് ഉണ്ടാക്കി കൊടുത്താൽ തനിയെ കഴിക്കാൻ പോലും എന്തൊരു മടിയാണെന്നറിയോ. പറഞ്ഞ് വിളിപ്പിച്ച അവർ കഴിക്കുന്നത്. ഇത് ഈ പെണ്ണും മോശമല്ല. സോക്സ് പോ ഇങ്ങോട്ട് തിരിക്കുന്നില്ല യുവി. അങ്ങനെ എൻ്റെ അപ്പവും ചായയും ടേബിളിലെത്തി. എന്നിട്ട് എന്താ കാര്യം, ഈ 2 കഴിച്ച് എണീക്കണ്ടേ. എന്താ യുവിക്കൂട്ടൻ ഗോഷ്ടി കാണിച്ചൊക്കെ ഇരിപ്പുണ്ട്. ഇശമോളാണെങ്കിൽ ചില സമയത്ത് വാ തുറക്കും. കുറേ നേരം അതിങ്ങനെ സമയം പോയി. പിന്നെ വെയിറ്റ് ചെയ്തില്ല, ഞാനും അങ്ങോട്ട് അവരുടെ കൂടെ ഇരുന്ന് കഴിച്ചു. യുവിക്കും ഈശയ്ക്കും ഇടയ്ക്ക് കൊടുക്കണമായിരുന്നു. അങ്ങനെ അവർക്കും കൊടുത്ത് ഞാനും കഴിച്ചു. പിന്നെ ഈശ കുറേ വാ തുറക്കാതെ ആയി. പാവം, അമ്മയുള്ളത് കൊണ്ട് എൻ്റെ പകുതി ജോലി ഇപ്പോൾ അമ്മയാണ് ചെയ്യുന്നത്. പിന്നെ അമ്മൂമ്മയും ഈശക്കുട്ടിയും കൂടിയായി അടുത്ത അംഗം. അങ്ങനെ ഞാൻ കഴിച്ച് എണീറ്റ് പാത്രമൊക്കെ കഴുകി വന്നപ്പോഴേക്കും അവളും കഴിച്ച് എണീറ്റിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലത്തെ അംഗം എല്ലാവരുമായിട്ട് അത് കഴിഞ്ഞ് കിട്ടി. സമ്മർ ടൈം ആകുമ്പോൾ നമ്മൾ വെതറൊക്കെ ഒന്ന് നോക്കും കേട്ടോ. അത് പക്ക ആക്യുറേറ്റ് ആണ്. ഇന്നിപ്പോൾ സണ്ണി ഡേ ആയതുകൊണ്ട് തുണിയൊക്കെ നനച്ചിട്ട് വെളിയിൽ വിരിക്കാമെന്ന് വിചാരിച്ചു. നാട്ടിലാണെങ്കിൽ ഇങ്ങനെ വെതർ നോക്കിയതായിട്ട് എനിക്ക് ഓർമ്മയില്ല. എന്താ രാധയാണ്. രാധ, മായാവിയിലെ രാധ. രാധയുടെ തലയെക്കെട്ടാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അല്ലേ. കൊള്ളാമോ ഷാ? സുന്ദരിയായോ? സുന്ദരിയായോ? സുന്ദരിയായി. ഈശോ രാജമ്മയുടെ കൂടെ പോണാ? മാമച്ചിയുടെ കൂടെ പോണാ? നോ. പോന്നാ? രാജമ്മയുടെ കൂടെ പോയല്ലേ? കടല് കാണിക്കാൻ കൊണ്ടുപോകും, അമ്പലത്തിൽ കൊണ്ടുപോകും, ആനയെ കാണിച്ചു, മുട്ടായി വാങ്ങിത്തരും. മുട്ടായി വേണോ? കമ്പ് മുട്ടായി. അത് രാജമ്മ വാങ്ങിത്തരും. പോണാ? എന്താ
രാജമ്മൂരോടെ പോവോ? I got it. Yeah. What do you say? Yeah. Sure. Oh, I think. Yeah. നോക്ക് ഇസ് എങ്ങനെ ഡയാന എങ്ങനെയാണ്? ഡയാന എങ്ങനെ നോക്കേ? ഐഡിയ എങ്ങനെ? ഐഡിയ. പിന്നെ എങ്ങനെ? അങ്ങനെ പറയാൻ പക്ഷെ മാം പറയണില്ല. സൂപ്പർ ബ്യൂട്ടിഫുൾ. ഡയാന കിടന്നത് എങ്ങനെയാണ് ഡയാന റോമ? ആ എങ്ങനെ ഇങ്ങോട്ട് നോക്കി പണിയേ. ഇഷ്ടമുള്ള കാര്യം എങ്ങനെയാ? ഇതെന്താ? ഐസ് എവിടെ? ഐസ് നോസ് എവിടെ? നോസ് നോസ്. ഇത് ആര് പറഞ്ഞു തന്നെ? എങ്ങനെ ഇച്ച പല്ല് തേക്കുന്ന എങ്ങനെ? പല്ല് തേച്ചേ സോപ്പിക്കുന്നു. ഈശയുടെ കമ്മൽ എവിടെ? ഈശയുടെ കമ്മൽ ഈശയുടെ കമ്മൽ എവിടെ? ഈശയുടെ കമ്മൽ എവിടെ? ഈശയുടെ മുടി എവിടെ? ഇല്ല കളഞ്ഞു പോയില്ല. ഉണ്ട് കളഞ്ഞില്ല. എല്ലാം ശരി ഫിറ്റ് ചെയ്തു. ഈശയുടെ മുടി എവിടെ? മുടിയില്ലേ? അവിടെയാ മുടി. ഈശയുടെ മുടി എവിടെ? കെട്ടി വെച്ചിരിക്കുന്ന മുടി എവിടെ? ഹെയർ എവിടെ? ഹെയർ എവിടെ? കൊമ്പ് എവിടെ? കൊമ്പ്, രണ്ട് കൊമ്പ്. 1 2 രാവിലെ കുറച്ച് കഴിയട്ടെ. ഐസ്ക്രീം ഭയങ്കര അത്യാവശ്യം. കാപ്പി കുടിച്ച് കഴിഞ്ഞിട്ട് റിഷാൻ ഐസ്ക്രീം ചോദിച്ചു വന്നേക്കാണ് ഗൈസ്. ഒളിച്ചിരിക്കുന്നത് കണ്ടോ തെമ്മാടി? ഒളിച്ചിരിക്കുന്നത് കണ്ടോ ഗൈസ്? അല്ലേ ഈശോളെ? മാമി ഓ തെറ്റിപ്പോയി കണ്ണാ. അത് ഒരിക്കേ തെറ്റിപ്പോയിടാ. അത് കുഴപ്പമില്ല. ഇനിട്ടോ എടാ ഞാൻ ശരിയാക്കി തന്നല്ല ഇട്ടോ. ആ കറക്റ്റ്. എടി ചക്കര പെണ്ണേ, ചക്കി പെണ്ണേ, പെണക്കാരി. സൂപ്പർ മക്കളെ. എടാ ചിരിച്ചേ. സൂപ്പർ. ഇഷ്ടപ്പെട്ടില്ലേ? ദേശക്കാരി പെണ്ണേ ചുണ്ടിരിക്കുന്നത് കണ്ടോ, ചുണ്ടിരിക്കുന്നത് കണ്ടോ. ഈ പിണക്കും ദേഷ്യം ചിരിയടി. ഡയാന റൂമ കാണുന്നത് കൊണ്ട് ഈ മുഖത്ത് ഇപ്പം കുറേ എക്സ്പ്രഷൻസ് വാരി വിതറുന്നുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ നമ്മളൊന്ന് കുറച്ച് റീഡ് ചെയ്യിപ്പിക്കാറുണ്ട്. അങ്ങനെ റിഷാൻ ഒരു ചെറിയ ബുക്കെടുത്ത് റീഡ് ചെയ്തു. എപ്പോഴൊന്നുമില്ല, വല്ലപ്പോഴും കൂടി ഇങ്ങനെ സമയം കിട്ടുമ്പോൾ ഇരിക്കാറുണ്ട്. എനിക്കറിയാലോ, നേരത്തെ വായിച്ചല്ലോ അത്. വായിക്കങ്ങോട്ട്. കോൾ ഡ്യൂട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ മിക്കവാറും ഇങ്ങനെ ബിരിയാണിയൊക്കെ ആയിരിക്കും വയ്ക്കുന്നത്. ഇതിപ്പോൾ അതൊരു തട്ടിക്കൂട്ട് ബിരിയാണി ഇന്നലെ ചാച്ചക്കൂട്ടം പ്രിപ്പയർ ചെയ്തായിരുന്നു. അതുകൊണ്ട് തന്നെ ബിരിയാണിക്ക് വലിയ സ്പെഷ്യൽ പേരൊന്നുമില്ല. എൻ്റെ അമ്മ പറയുന്നത് പോലെ ഈശോമോക്ക് സങ്കടം വന്നാലും സന്തോഷം വന്നാലും ഓടി വരും. ഇതുപോലെ പാൽ കുടിക്കാനായിട്ട് ഓടി വന്ന് കിടക്കും. അങ്ങനെ ചക്കരപ്പെണ്ണിൻ്റെ ഒരു ഉമ്മയൊക്കെ വാങ്ങിച്ചെടുത്തായിരുന്നു. അപ്പോൾ അവൾ ഉമ്മയൊക്കെ തരും ചോദിക്കുവാണെങ്കിലേ. അതിൻ്റെ കൂട്ടത്തിൽ യുവി വിചാരിച്ച് യുവിയുടെ അടുത്ത് ഉമ്മ ചോദിച്ചതാണെന്നും പറഞ്ഞ് എനിക്ക് യുവിയും ഒരു ഉമ്മ തന്നു. അങ്ങനെ ഞങ്ങളുടെ തുണികളൊക്കെ വാഷിംഗ് മെഷീൻ അലക്കി തന്നായിരുന്നു. അതും കൊണ്ട് ഞങ്ങൾ പുറത്ത് വിരിക്കാൻ പോയി. റിഷാൻ്റെ അടുത്ത് ഒരു വീഡിയോ എടുത്ത് തരാൻ പറഞ്ഞതായിരുന്നു ഗൈസ്. എൻ്റെ വീഡിയോ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം നിങ്ങൾ വിചാരിക്കരുത് ഞാനൊന്നും ചെയ്തില്ല, എൻ്റെ അമ്മയാണ് ഫുള്ള് ചെയ്തതെന്ന്. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കത്തില്ലേ ഞാൻ അമ്മയെ കൊണ്ട് എല്ലാ പണിയും ചെയ്യിപ്പിക്കുന്നെന്ന്. അല്ല, അങ്ങനെ അല്ല.
അടുത്തതായി ഇഷമോൾ ചെയ്യുന്ന പണിയുണ്ടോ, ഇപ്പോൾ ഈ തുണി വിരിക്കുമ്പോൾ എല്ലാം ഇവൾ ചെയ്യുന്ന ഒരു പണിയാണ് ഗൈസ് ഇത്. എല്ലാം തള്ളിയിടും അവൾ. എന്നിട്ട് എടുത്ത് ചില സമയത്ത് വെച്ച് തരാറുണ്ട്, പക്ഷേ ഇപ്രാവശ്യം അവൾ എടുത്ത് വെച്ചില്ല. കൊച്ചിന് ഇതൊക്കെയാണ് എടുത്ത് വെക്ക്, ഇഷ്ടം. ഇഷ്മോൾ എടുത്ത് വെക്ക്. നമുക്ക് എങ്ങനെ പണി തരാമെന്നാണ് വാ, അവരാഗ്രഹിക്കുന്നത്. വന്നെടുക്ക്. സോക്സ് എല്ലാം എടുത്ത് വെക്ക്. സോക്സ് എല്ലാം എടുത്ത് വെച്ചേ. യുവി ഒന്നും അല്ല, ഇഷമോളാ. ഇട്ടയുമില്ല. യുവിയും അല്ല, ഇട്ടയും അല്ല, ഇഷമോളാണ് എല്ലാം തള്ളിയിട്ടെ. എല്ലാം എടുത്തു വെച്ചേ. ഇഷ അതെടുക്കാനല്ലേ ഇഷ. ഇഷ മോളെ, തറയിൽ കിടക്കണം എല്ലാം എടുക്ക്. തറയിൽ കിടക്കണം എല്ലാം എടുക്കണേ. തറയിൽ കിടക്കണ എടുത്തേ. കുങ്ങി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നാരങ്ങ വെക്കാനായിട്ട് ഇറങ്ങിയായിരുന്നു. ഞാൻ കട്ട് ചെയ്ത് കൊടുത്തു. അമ്മയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അമ്മയ്ക്ക് ഈ നാടൻ വിഭവങ്ങളൊക്കെ വെക്കാനായിട്ട് അറിയാം കേട്ടോ. അമ്മ അത് നന്നായിട്ട് വെക്കുകയും ചെയ്യും. എന്നാൽ ബാക്കി ഈ നോൺ വെജ് അങ്ങനത്തെ ഐറ്റംസ്, മീനൊക്കെ വെക്കും. നമ്മളെ കേരള ഐറ്റംസ് എല്ലാം അമ്മ നന്നായിട്ട് വെക്കും. ബാക്കി അമ്മ അങ്ങനെ വച്ചിട്ടില്ല. ഇതൊക്കെ അടിപൊളിയാണ്. അപ്പം നിങ്ങളൊന്ന് റെസിപ്പി കണ്ടു നോക്കൂ. നിങ്ങൾക്ക് അറിയായിരിക്കും. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കും കൂടെ കാണാൻ വേണ്ടിയിട്ട് നമ്മളെ നാരങ്ങ അച്ചാർ കാണിക്കുന്നേ ഉള്ളൂ. ഇവിടെ നമുക്ക് മലയാളി കടയിൽ നിന്ന് അച്ചാറെല്ലാം, എല്ലാ ടൈപ്പ് അച്ചാറും നമുക്ക് വാങ്ങാൻ കിട്ടും. പക്ഷെ അതുകൊണ്ടല്ലോ ഭയങ്കരമായിട്ടും ഈ വിനീഗർ ഒഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, നല്ല ആ പുളി കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഇവിടെ ചെയ്തു വെച്ചാലുണ്ടല്ലോ, വെളിയിൽ തന്നെ വെച്ചിരുന്നാൽ മതി. എത്ര നാൾ വേണോ ഇരിക്കും കേട്ടോ. നമുക്ക് നാട്ടിലത്തെ പോലത്തെ ഒരു പൂത്തു പോകുന്ന അവസ്ഥയൊന്നുമില്ല, ഇരുന്നോളും. ഇച്ചിരി ഗ്രേവി ആയിട്ടിരിക്കാൻ വേണ്ടി കുറച്ച് ചൂടുവെള്ളം കൂടെ ആഡ് ചെയ്തു, ഇച്ചിരി ഉപ്പും കൂടി ഇട്ടിട്ട് സെറ്റാക്കി. അങ്ങനെ നാരങ്ങ അച്ചാർ റെഡിയായി കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ കഴിക്കാനൊക്കെ ഇരുന്നായിരുന്നു. ആദ്യം കുട്ടികൾക്കൊക്കെ കൊടുത്തു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഫുഡ് കൊടുക്കുന്നതാണ് ഒരു മെയിൻ വിഷയമായിട്ട് തോന്നാറുള്ളത്. ചില സമയത്ത് അവർ തനിയെ കഴിക്കാനിരിക്കുമെങ്കിലും ഈ രണ്ടുപേരും ഈ ലവ് ബേർഡ്സിനെ പോലെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി എന്തൊക്കെയോ സംസാരിച്ച് ഇങ്ങനെ കളിച്ച് ചിരിച്ചിരിക്കും രണ്ടുപേരും തനിയെ കഴിക്കുകയാണെങ്കിൽ. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും യുവി മേളിൽ നിന്ന് വിളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവനെ പോയി ഒന്ന് ഡീൽ ചെയ്തിട്ട് വന്നപ്പോൾ അടുത്ത ഇഷമോൾ എൻ്റെ മടിയിൽ കയറിയിരുന്നു. പിന്നെ അവളെയും വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഫുഡ് മൊത്തം ഫിനിഷ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് ഇഷമോൾ ഉറക്കാൻ മേളിൽ കയറിയായിരുന്നു. എന്ത് ചെയ്യാൻ പോണ്? എന്ത് ചെയ്യാൻ പോന്നേ? മാമനടുത്ത് പോണോ? മമ്മയിലും ഇല്ല. ചാച്ചയില്ല. മമ്മിയെ മമ്മിയുടെ ഉണ്ട്. മമ്മിയുടെ ഉണ്ട്. അങ്ങനെ എന്തൊക്കെയോ സംസാരിച്ച് എൻ്റെ പൊന്ന് ഉറങ്ങിപ്പോയി. ഞങ്ങൾ ഇന്നത്തെ ഡേ കഴിഞ്ഞു പോയത് നിങ്ങൾ ഈ വീഡിയോ കണ്ടതുപോലെ തന്നെയാണ്. കൊച്ചു കൊച്ചു സന്തോഷങ്ങളും പിള്ളേരുടെ കൂടെയുള്ള നിമിഷങ്ങളും എല്ലാം. ഇത് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഞങ്ങളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഹാവ് എ ഗുഡ് ഡേ. ബൈ.